प्यारे बच्चों सलाम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं। എല്ലാ മക്കളും നല്ല സെറ്റ് ആയിട്ട് ഓണ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. റെഡിയല്ലേ മക്കളെ? ഇനി ഏതെങ്കിലും മക്കൾ തയ്യാറാവാത്ത മക്കളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? തയ്യാറാകുന്നു. റെഡിയല്ലേ മക്കളെ? യെസ്, നമ്മുടെ ഹിന്ദിയുടെ രണ്ടാമത്തെ യൂണിറ്റിൽ എന്തെല്ലാം നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം, എന്തെല്ലാം ചോദ്യങ്ങൾ വരും എന്നുള്ളതൊക്കെയാണ് മാഷി വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാ മക്കളും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് നോക്കാം മക്കളെ, എന്താണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മളോട് പറയുന്ന ചാപ്റ്റേഴ്സ് ഏതെല്ലാമാണ്? ഭാരത് ദേശ് ഹമാര അല്ലെ, ഭാരത് ദേശ് ഹമാര, അതായത് ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള ഒരു ലേഖനം പഠിക്കാനുണ്ട്. ജഗ്മഗ് താര എന്നുള്ള ഒരു കവിത പഠിക്കാനുണ്ട്. ഹേ മേരെ വതൻ കെ ലോഗോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദേശഭക്തി ഗാനവും നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പറയുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഈ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട്. സെറ്റാണല്ലോ. എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. ജഗ്മഗ് താര എന്നുള്ള ഒരു ബാലകവിത അല്ലേ, അതേപോലെ ആ കവി പ്രദീപിന്റെ പ്രസിദ്ധമായ യേ മേരെ വതൻ കെ ലോഗോ അഥവാ അതേപോലെ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന 3 പാഠഭാഗങ്ങളാണ് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അതേപോലെ ജഗ്മഗ് താര എന്നുള്ള ബാലകവിതയിൽ നമ്മുടെ ഇന്ത്യയെ കുറിച്ചുള്ള സവിശേഷതകളാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ലൈവ് ഒക്കെ എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടാവും. മനോഹരമായിട്ട് ആ പാഠഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആ ചാപ്റ്റർ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ ആ ലൈവ് കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ ബാലകവിതയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷതകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർണ്ണിച്ചിട്ടുണ്ട്. അതാണ് ജഗ്മഗ് താര എന്നുള്ള പാഠഭാഗം. യെസ്, ഇനി നമുക്ക് പറയുന്നത് ഏതാ? 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കവി പ്രദീപ് രചിച്ച ദേശഭക്തി ഗാനമാണ് യേ മേരെ വതൻ കെ ലോഗോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗം. അത് ആരാണ്? ലതാ മങ്കേഷ്കർ ആണ് ആലപിച്ചിട്ടുള്ളത്. ആരാണ് ആലപിച്ചിട്ടുള്ളത്? ലതാ മങ്കേഷ്കർ ആണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. സെറ്റാണോ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഈ പാഠഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് വരില്ല. അപ്പോൾ ഈ പാഠഭാഗം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതേപോലെ എല്ലാ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമിയായ ഭാരതത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് നമ്മുടെ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള പാഠഭാഗത്തിലൂടെ പറയുന്നത്. സെറ്റാണോ? ആ പാഠഭാഗത്തിൻ്റെ ലൈവും നമ്മൾ എന്ത് ചെയ്തു, കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ 3 ചാപ്റ്ററിൽ നിന്നും 2 ചാപ്റ്ററിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു ചാപ്റ്റർ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ മറ്റു പാഠഭാഗത്തിൽ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ആ ചാപ്റ്ററിൽ ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതേപോലെ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ആ കവിത നിങ്ങൾ എന്ത് ചെയ്യുക, മനോഹരമായിട്ട് മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതെല്ലാം എന്നുള്ളത് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ. കഹാനി കാ യഹ് അംശ് പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ അല്ലേ. ഒരു കഥ നിങ്ങൾക്ക് തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളോട് ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങളോട് ചോദിക്കും അല്ലേ. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ ഗദ്യാംശ് പഠേ ഓർ അനുബന്ധ പ്രശ്നോ കെ ഉത്തർ ലിഖേ, ഒരു കവിത നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും. അതിനോട് ബന്ധപ്പെട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചോദിക്കാം. അത് നമുക്ക് ചിലപ്പോൾ ജഗ്മഗ് താര എന്നുള്ള പാഠഭാഗം തന്നെ നിങ്ങൾക്ക് തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുമായി സാമ്യപ്പെടുത്തിക്കൊണ്ട് പുറത്തുനിന്നുള്ള ചോദ്യമാവാം. ഏതായാലും എൻ്റെ മക്കൾ കൃത്യമായി അത് മനസ്സിലാക്കി അതിന് ഉത്തരം കണ്ടെത്തണം. അതേപോലെ കവിതാംശ് ക ആശയ ലിഖേ, നമുക്ക് കവിതയുടെ ഒരു ആശയം നമുക്ക് എന്തായാലും എഴുതാൻ വേണ്ടിയിട്ടുണ്ടാകും. അത് കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് കൃത്യമായി പോവുക. നമ്മുടെ ലൈവുകളിലൊക്കെ അത് കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കവിതയുടെ ഒരു ആശയം തീർച്ചയായും എൻ്റെ മക്കളോട് എന്ത് ചെയ്യും, ചോദിക്കും. അതേപോലെ കവിതാംശ് കെ ലിയേ ഉചിത് ശീർഷക് അല്ലെ, ഒരു കവിത നമ്മോട് തന്നിട്ട് അതിന് അനുയോജ്യമായ ഒരു ശീർഷകം, ഒരു തലക്കെട്ട്, ഹെഡിങ് എൻ്റെ മക്കളോട് എന്ത് ചെയ്യും, ചോദിക്കും അല്ലേ. ശീർഷകം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, ഹെഡിങ്. ശീർഷകം എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡിങ് അല്ലേ. ഹെഡിങ് ആണ്. ഹെഡിങ് എന്ന് പറഞ്ഞാൽ തലക്കെട്ട് അല്ലേ, തലക്കെട്ട്. അപ്പോൾ അനുയോജ്യമായ, അത് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഉള്ള മറ്റൊരു നമ്മുടെ പാഠഭാഗത്തിൽ തന്നതല്ലാത്തൊരു കവിതയാകാം, അല്ലെങ്കിൽ പാഠഭാഗത്തിൽ നിന്നുള്ള ജഗ്മഗ് താര എന്നുള്ള കവിത തന്നിട്ട് അതിനൊരു ഉചിതമായ ഹെഡിങ് ആവാം. ഏതും നമ്മളോട് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്.
അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ പാഠഭാഗങ്ങളുമായൊരു ബന്ധം എൻ്റെ മക്കൾക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ യൂണിറ്റിൽ നിന്നും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി കാര്യങ്ങളാണ് മാഷ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത്തരത്തിലാണ് രണ്ടാമത്തെ യൂണിറ്റ്. ഒന്നാമത്തെ യൂണിറ്റ് ഇന്നതാണ് പറയുന്നത്, രണ്ടാമത്തെ ചാപ്റ്റർ ഇന്നതാണ് പറയുന്നത്, ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ ഇതാണ് പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഏതിനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ രണ്ടാമത്തെ യൂണിറ്റ് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി പോവുക. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. സെറ്റല്ലേ മക്കളെ? യെസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബായ്.